ഉത്തർപ്രദേശിലെ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നയാളാണ് ഇയാൾ. ഡോക്ടർ റമീസുദ്ദീൻ. റമീസ് മാലിക് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. 2 വനിതാ ഡോക്ടർമാരാണ് പരാതിയുമായി ഇയാൾക്കെതിരെ രംഗത്തെത്തിയത്. ആദ്യ പരാതി അത് ഡിസംബർ 23-ാം തീയതിയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ഒരു ഡോക്ടർ, റെസിഡന്റ് ഡോക്ടർ തന്നെയാണ്, അവർ പരാതിപ്പെടുന്നു. വിവാഹത്തെപ്പറ്റി സംസാരിച്ചപ്പോഴൊക്കെ മതപരിവർത്തനം നടത്തണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചു. അങ്ങനെ ആ കേസിന്റെ അന്വേഷണം നടക്കുമ്പോഴാണ് മറ്റൊരു MBBS വിദ്യാർത്ഥിനി കൂടി ഇയാൾക്കെതിരെ പരാതി നൽകിയത്. ഗർഭഛിദ്രം ചെയ്യിപ്പിച്ചു, മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു എന്നിങ്ങനെ ആ പെൺകുട്ടിയും പരാതിയുമായി എത്തി. റമീസുദ്ദീന്റെ മാതാപിതാക്കളും ഇതിന്റെയൊക്കെ ഭാഗമായിരുന്നു എന്നും കണ്ടെത്തിയതോടെ അവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ പിലിഭിത്ത് ആ സ്വദേശിയാണ് ഇയാൾ. ഈ റമീസ് ഒരു വിവാഹിതനാണ് ശരിക്കും. പക്ഷേ ഇയാൾ ഇതൊക്കെ മറച്ചു വെച്ചായിരുന്നു സഹപാഠികളായിരുന്ന അല്ലെങ്കിൽ ജൂനിയർ ആയിരുന്ന ഡോക്ടർമാരോട് ഇത്തരത്തിൽ അടുത്തിടപഴകിയതും വിവാഹ വാഗ്ദാനം നൽകിയതും. സംഭവം വിവാദമായതോടെ റമീസ് ഒളിവിൽ പോയി. റമീസിനെ പറ്റി വിവരം നൽകുന്നവർക്ക് 50,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ് ഇപ്പോൾ. എന്തായാലും സർവകലാശാലയിൽ ഇത് വലിയ വിഷയമായി, വലിയ തോതിൽ അത് പരാതിയായി ഉന്നയിക്കപ്പെട്ടു. അങ്ങനെ അത് ചർച്ചയായി. ഒടുവിൽ ഒരു ആഭ്യന്തര സമിതിയൊക്കെ നിയോഗിച്ചു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ KGMU ആ സർവകലാശാല റമീസിനെ ഈ ക്യാമ്പസിൽ തന്നെ പുറത്താക്കി. हमारा स्टैंड है, बहुत क्लियर स्टैंड है. Such a candidate cannot continue in KGM in the MD course. He is to be expelled from the MD course in KGM. और ये एक्शन हमारी तरफ से recommended है and it will be taken by the DGM that he will not continue in KGMU henceforth. അങ്ങനെ KGMUവിൽ നിന്ന് പുറത്തായി. MDക്ക് എത്തിയതാണ്, MD പഠിക്കാനായി. എന്നാലും പരാതി ഉയർന്നപ്പോൾ സർവകലാശാല നിയോഗിച്ച സമിതിക്ക് മുന്നിലൊക്കെ ഇയാൾ ഹാജരായിരുന്നു എന്നുള്ളതാണ്. ആ സമിതിക്ക് മുന്നിൽ ഹാജരായി മൊഴിയൊക്കെ നൽകി. പക്ഷേ പിന്നീട് കാര്യങ്ങൾ പന്തിയല്ല എന്ന് മനസ്സിലായ ഘട്ടത്തിൽ തന്നെ ഇയാൾ മുങ്ങി. ആദ്യം പരാതി നൽകിയ ആ വനിതാ ഡോക്ടറും റമീസും ഒരേ അപ്പാർട്ട്മെന്റിൽ ആയിരുന്നു താമസം, ഒരുമിച്ചായിരുന്നു താമസം. ഒരിക്കൽ ഇയാൾ വിവാഹിതനാണെന്ന് അറിയുകയാണ് ആ പെൺകുട്ടി. അങ്ങനെ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചു. പക്ഷേ വ്യാജ വാഗ്ദാനങ്ങൾ തുടർന്നു, മാത്രമല്ല ഭീഷണിയും. അങ്ങനെയാണ് ആ ബന്ധം അയാൾ നിലനിർത്തിക്കൊണ്ടിരുന്നത്. അവർ തമ്മിലുള്ള സ്വകാര്യ സമയങ്ങളിലെ വീഡിയോകൾ, ചിത്രങ്ങൾ ഇതൊക്കെ പുറത്തുവിടും എന്നുള്ളതായിരുന്നു അയാളുടെ ഭീഷണി. താക്കൂർഗഞ്ചിലെ വീട്ടിലാണ് ശരിക്കും ഈ റമീസിന്റെ ഭാര്യയുള്ളത്. അവിടേക്ക് എപ്പോഴെപ്പോഴും പോകാറുമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്ര ധാരണയുമില്ലായിരുന്നു. വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ കൂടിയാണ് ആ വനിതാ ഡോക്ടർമാർ കടന്നു പോയതെന്ന് ഈ സർവകലാശാല നിയോഗിച്ച ആ സമിതി കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. वो यहाँ यूनिवर्सिटी से हॉस्टल दिए गए थे, बट दोनों नहीं यहाँ रहते थे. दोनों बाहर प्राइवेट अपनी अपनी अकोमोडेशन में रहते थे. एंड दोनों ने ये एक्सेप्ट करा कि जो उनका रिलेशनशिप था वो वहीं पर उनके प्राइवेट अपार्टमेंट्स में था. सितंबर में मगर विक्टिम को पता चला कि उसकी पहले भी शादी हो चुकी है, तो वो अब ये रिश्ता तोड़ना चाहती थी. मगर वो ये कह रही है कि जब वो विड्रॉ करना चाहती थी इस रिलेशनशिप में से, वो उसको फॉल्स प्रॉमिसेस देता था कि नहीं, आई विल मैरी यू. एंड अगर वो उस चीज़ से नहीं होती थी तब फिर वो उसको थोड़ा मेंटली और फिजिकली हैरेस भी करता था कि आई हैव योर पिक्चर्स, आई हैव योर वीडियोज़ एंड मैं इनको सोशल मीडिया पे डाल दूंगा ताकि आपकी इमेज खराब हो जाएगी. So as per the act of the Internal Committee of Sexual Harassment Act, जो हमने at workplace करते हैं, उसको हमने guilty पाया गया है for concealing his marriage or concealing the facts, giving false promises and harassing and threatening and blackmailing her. So हमारी recommendations ये हैं कि there should be a strict disciplinary action against the accused, mental and psychological support to the victim, and since FIR अभी जारी है तो उसकी suspension अभी जारी रहेगी जब तक FIR खत्म नहीं हो. ഇയാളുടെ ഭീഷണിയും ഇയാളുടെ വ്യാജ വാഗ്ദാനങ്ങളുമൊക്കെ പരിധി വിട്ട് കടന്നപ്പോൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് കടന്നിരുന്നു ആ പെൺകുട്ടി എന്ന് സൂചിപ്പിച്ചല്ലോ. അങ്ങനെ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു.
ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഒരുപാട് പിൽസ് അത് അവൾ കഴിച്ചു, ട്രോമ കെയറിലേക്ക് മാറ്റി. അന്ന് അവളുടെ സുഹൃത്തുക്കളാണ് അവൾക്കൊപ്പം നിന്നത്. പിന്നീട് ഈ ഗുരുതരാവസ്ഥയിൽ നിന്ന് പിന്നിട്ട ശേഷം വീട്ടുകാരോട് എല്ലാം അവൾ തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് ഈ സംഭവം തന്നെ പുറം ലോകം അറിയുന്നത്. വീട്ടുകാരാണ് അവളെ കൂട്ടി പോലീസിനെ സമീപിക്കുന്നത്. റമീസിനെ കണ്ടെത്താൻ ഇപ്പോഴും ശ്രമം തുടരുകയാണ്, പക്ഷേ കണ്ടെത്തിയിട്ടില്ല. ക്യാമ്പസിലേക്ക് റമീസിന് ഇനി പ്രവേശനം നൽകില്ല എന്ന് സർവകലാശാലയും വ്യക്തമാക്കി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഉത്തരാഖണ്ഡ് സ്വദേശിയാണ് ഇയാൾ. ആഗ്ര മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായി. അതിനുശേഷം നീറ്റ് പരീക്ഷയിൽ മികച്ച സ്കോർ രേഖപ്പെടുത്തിയാണ് KGMUവിൽ പതോളജിയിൽ MD ചെയ്യാനെത്തിയത്. ഈ ആദ്യ പരാതിക്കാരി പുള്ളിക്കാരിയും പശ്ചിമ ബംഗാൾ സ്വദേശിനിയാണ്. അവരും MD ചെയ്യുന്നു പതോളജിയിൽ തന്നെ. അങ്ങനെ സ്വന്തം കോഴ്സിൽ കൂടെ പഠിക്കുന്ന സഹ ഡോക്ടറെ, അതും ഒരു ലവ് ജിഹാദ് എന്ന മട്ടിൽ തന്നെ മതപരിവർത്തനം നിർബന്ധമായിരുന്നു അയാൾക്ക്. അതും ലൈംഗിക അതിക്രമവും. ഇതിനിടയിൽ മറ്റൊരു പെൺകുട്ടിയെ ഗർഭഛിദ്രവും ചെയ്തു. ക്രിമിനലാണ് അയാൾ. അയാൾക്ക് അന്വേഷണം തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.